ബോക്സ് ഓഫീസിലെ കളക്ഷൻ റെക്കോർഡുകൾ പലതും മോഹൻലാലിന്റെ പേരിലാണ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന 3 ചിത്രങ്ങളും ലാലിന്റെ പേരിലും. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യ 10 ചിത്രങ്ങളിൽ നിവിൻ പോളി, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, എന്തിന് ദുൽഖറിന്റെ വരെ ചിത്രങ്ങളുണ്ടായിട്ടും ഇതുവരെ ഒരു മമ്മൂട്ടി ചിത്രത്തിന് ആ പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ചീത്തപ്പേരുകളെല്ലാം ഒറ്റ ചിത്രം കൊണ്ട് മാറ്റിയിരിക്കുകയാണ് മമ്മൂട്ടി. ദി ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിലൂടെ സമീപകാലത്തെങ്കും ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന് കരുതിയ പുലിമുരുകന്റെ പോലും റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ആദ്യ ദിവസം തന്നെ ഗ്രേറ്റ് ഫാദർ എത്തിയത്. എന്തായാലും ഇപ്പോൾ ഗ്രേറ്റ് ഫാദർ 50 കോടി ലക്ഷ്യമിടുകയാണ്. ചിത്രം 13 ദിവസം പൂർത്തിയാക്കുമ്പോഴേക്കും 50 കോടി നേടും എന്നാണ് ബോക്സ് ഓഫീസ് പ്രവചനം. ആ ചരിത്ര നേട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. ഇപ്പോൾ ഏറ്റവും വേഗം 50 കോടി നേടിയ ചിത്രമെന്ന റെക്കോർഡ് പുലിമുരുകന്റെ പേരിലാണ്. എന്നാൽ 15 ദിവസം കൊണ്ട് മുരുകൻ 50 കോടി നേടിയത്. എന്തുകൊണ്ടും മുരുകന് മുന്നിലാണ് ഇപ്പോൾ ദി ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം. 25 കോടി ചെലവഴിച്ചാണ് പുലിമുരുകൻ എന്ന ചിത്രം ടോമിച്ചൻ മുളകുപടം നിർമ്മിച്ചത്. മാത്രമല്ല വലിയ സാങ്കേതികതയുടെ സഹായവും പുലിമുരുകന് ലഭിച്ചു. കഥയുടെ പശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ട് പല സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കേണ്ടി വരികയും ചെയ്തു. എന്നാൽ ആഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജും കൂട്ടരും നിർമ്മിച്ച ദി ഗ്രേറ്റ് ഫാദറിന്റെ ചെലവ് വെറും 6 കോടി രൂപയാണ്. മമ്മൂട്ടി എന്ന നായകന്റെ താരമൂല്യവും ഹനീഫ് അദേനിയുടെ കഥയും മാത്രമാണ് ഈ വിജയത്തിന് പിന്നിൽ എന്ന് നിസ്സംശയം പറയാം. അതാണ് ദി ഗ്രേറ്റ് ഫാദറിനെ പ്രേക്ഷകർ ഇത്ര സ്പെഷ്യലായി കാണുന്നതും.